അതാ ഞാൻ അതികഠിനമായി ഒരു സാഹസത്തിന് മുതിർന്നിരിക്കുന്നു. എനിക്ക് കിട്ടിപ്പോയി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂഡ് ഓൺ വയനാട്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാരാപ്പുഴേൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗത്താണ് കേട്ടോ. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറിയിട്ട് കുറച്ച് പൂവൊക്കെ പറിച്ചിട്ട് വരാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് രമിത്തും അവൻ്റെ സഹോദരനുമാണുള്ളത്. നമുക്ക് എന്താണെങ്കിലും അവരുടെ കൂടെ പോയി കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ട് വരാം. നമുക്ക് ആദ്യമേ കുറച്ച് പറിച്ച് തന്നിട്ടുണ്ട്. എന്നാൽ കൂടി നമ്മൾ കുറച്ച് അവരത് ചൂണ്ടിയതാട്ടോ. ഇനി കുറച്ചും കൂടെ നമുക്ക് പറിക്കാനുണ്ട്. കുറച്ച് തൈയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പം അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു സ്ഥലം കേട്ടോ. അവിടെ നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഈ കൊട്ടവഞ്ചിയിലെ സംവിധാനം ഉണ്ട്. ഇവിടെ നമുക്ക് 10 മിനിറ്റ് 100 രൂപയാണ് ചാർജ്. എത്ര പേരാണ് കയറുന്നത്? 3 പേരാന്ന് തോന്നുന്നു. കാരാപ്പുഴേന്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ നല്ലൊരു വ്യൂ എന്ന് വെച്ചാൽ ഇവിടെ നിറയെ ആമ്പൽപ്പൂക്കളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ കുറേ പേര് ഇങ്ങനെ വന്ന് ഈ ആമ്പലൊക്കെ പറിച്ചിപ്പോൾ അധികം അങ്ങോട്ട് പൂക്കളില്ല. എന്നാൽ അവിടെ ഇതൊരു സൂപ്പർ പരിപാടിയാണ്. അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ നമ്മളെ ചെക്കന്മാര് ഇതിങ്ങനെ കൊട്ടവണ്ടിയൊക്കെ ആക്കി ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ കയറി അങ്ങനെ പോയി നോക്കട്ടെ എന്താ സ്ഥിതി കേട്ടോ. ഇതാണ് നമ്മളെ ഡ്രൈവർ ചെക്കൻ. അപ്പതാ ഞാൻ അതികഠിനമായി ഒരു സാഹസത്തിന് മുതിർന്നിരിക്കുന്നു. എനിക്ക് കിട്ടിപ്പോയി. ഇന്നിപ്പോ കൊറേ പേര് വന്നിരുന്നാണ് അവിടെ. ഇന്നിപ്പോ നമ്മള് മാത്രമേ ഉള്ളൂ. ഇവരിങ്ങനെ അന്വേഷിച്ച് വരുന്നതന്നെയായിരിക്കും അല്ലേ.
കൊട്ടത്തോണിയിലൊക്കെ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ നെല്ലാറച്ചാൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഇത് ഇത്രയും അറിഞ്ഞു തുടങ്ങിയത്. ആദ്യം നമ്മൾ വരുമ്പോൾ ഇത്രയും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളെന്താണെങ്കിലും വൈകുന്നേരത്തെ ആ സൺസെറ്റ് കറക്റ്റ് 5:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടെ. 5:30-6 മണിയോടുകൂടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സൺസെറ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെപ്പോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഓവർ ക്രൗഡഡ് അല്ലായിരുന്നു. ഇത്രയും കാലം ഇവിടെ അങ്ങനെ ആരും വരില്ലായിരുന്നു. ഞങ്ങൾ ഇതിന് മുമ്പ് വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പം നോക്കുമ്പോൾ ആ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പറഞ്ഞും കേട്ട് കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഈ സ്ഥലം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലാറച്ചാൽ കേട്ടോ. ഇത് കാരാപ്പുഴ ഡാം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു കാണുന്ന ഈ ഭാഗമൊക്കെ. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ലൊരു സ്ഥലം തന്നെയാണ്. പിന്നെ നല്ല രസമാണ്. ഇത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ പശുക്കളും ഓടി നടക്കുന്നുണ്ട് ഇതിൽ. നെല്ലാറച്ചാലുള്ളതിൻ്റെ കാഴ്ചകളിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലോട്ടാണ് കേട്ടോ ഇത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺസെറ്റാണ് കാണുന്നത്. അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മുടെ സൺസെറ്റ് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ്. ഇതാ സൂര്യൻ താന്ന് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. കാണാൻ നല്ല മനോഹരമായൊരു കാഴ്ച. അപ്പോൾ നമ്മളെ സൂര്യൻ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ മഞ്ഞൊക്കെ വീണ് തുടങ്ങി കേട്ടോ. നല്ല മഞ്ഞൊക്കെ ഉള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഒന്നാമതിപ്പോൾ നമ്മുടെ മഞ്ഞുകാലം ആയതിൻ്റെ കൂടെ നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു സുഖമാണ്. നമുക്ക് ഈ രാവിലത്തെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ചൂടൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് നല്ലൊരു സുഖമുള്ള ഇതാണ് കേട്ടോ. പിന്നെ ഒരുപാട് ആമ്പലും കാര്യങ്ങളൊക്കെ ഇതിലോട്ടുണ്ട്. പിന്നെ എല്ലാവരും വരിക, നല്ലൊരു സ്ഥലമാണ്. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടേക്ക് വരിക. അമ്പലവയലിൽ നിന്ന് അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളെ സൂര്യൻ എന്തായാലും പോയി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ നോക്കട്ടെ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ വീഡിയോസ് തുടർച്ചയായിട്ട് ഞങ്ങൾ ഇടുന്നുണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് അത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ എന്തായാലും വേറൊന്നും പറയാനില്ല. ടാറ്റാ.